ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സവിത സുധി, എറണാകുളം ജില്ലയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ഗോൾഡ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ജീവിതത്തെ തന്നെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച്, ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിത്വമാണ്. എന്തുകൊണ്ടും സ്പെഷ്യലാണ്, കാരണം ഏകദേശം 9 വർഷത്തോളമായി ഈ ഒരു പ്രൊജക്ടിനോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഒരുപാട് വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ള ക്രൗൺ ഡയറക്ടറായിട്ടുള്ള ഷാജി മിത്തൽ സാർ, ഇന്ത്യ കൂടാതെ അദ്ദേഹം ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യയും ദുബായും കൂടാതെ 10ഓളം രാജ്യങ്ങളിലും സ്വന്തം ബിസിനസ് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതിനും, അതേപോലെ ഇന്നത്തെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ തന്നെ നമുക്ക് ഏറ്റവും വിജയകരമായി നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരുപാട് വിജയങ്ങൾ നേടുന്നതിനുള്ള ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഏറ്റവും കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കേൾക്കാനുള്ള കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന ഈ അവസരം മനസ്സിലാക്കുന്നതിനുള്ള അവസരം ലഭിച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഷാജി മിത്തൽ സാറിനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ഷാജി സാർ. താങ്ക് യു സവിത മാഡം. വളരെ മനോഹരമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമ്മൾ എല്ലാവരും ഈ ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്ന എല്ലാവരെയും ഞാനൊന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളൊന്ന് ക്ഷമയോടെ ഒരു 1 അവർ കേൾക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറുന്നുണ്ടാവും. ഇന്ന് നമ്മളെല്ലാവരും ഒരു എക്സ്ട്രാ വരുമാനം, അഡീഷണൽ ആയിട്ടൊരു ഇൻകം കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം എക്സ്പെൻസ് വളരെ കൂടുതലാണ്, അതനുസരിച്ചുള്ള വരുമാനം നമ്മൾക്ക് ഇന്ന് കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ദുബായിലാണ് ഉള്ളത്. 21 വർഷമായി ദുബായിൽ വന്നിട്ട് ഫാമിലിയോടൊപ്പം ദുബായിലാണ്. ഒരു നല്ല സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. കൊറോണയ്ക്ക് ശേഷമാണ് എൻ്റെ ശമ്പളം കുറച്ച് കുറഞ്ഞ സമയത്ത് ഒരു എക്സ്ട്രാ അഡീഷണൽ ഇൻകം ആവശ്യം വന്നു. പാർട്ട് ടൈമായിട്ട് ജോബിനോടൊപ്പം സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ജോബ് ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈമിലേക്ക് വരാൻ സാധിച്ചു. കാരണം ഞാൻ ചെയ്യുന്ന ജോലിയേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റിയായി തോന്നി. യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന, ഏതൊരു സാധാരണക്കാരനും ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിക്കുന്ന ഈ ഒരു മനോഹരമായ പ്ലാറ്റ്ഫോമിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാനൊരു സ്ലൈഡ് പ്രസൻറ്റേഷനിലൂടെ നമുക്കിത് മനസ്സിലാക്കി തരാം. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ബിസിനസ് എന്ന് പറയുന്നത് കുറേ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആയിരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹീറോ ആയി മാറാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ടെൻഷൻ ഉണ്ട്, റിസ്കുകൾ ഉണ്ടെന്നൊക്കെ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, വിന്നിങ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റം, ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക്, സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും ലക്ഷറി ലൈഫിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, വിന്നിങ് ടീമിൻ്റെ CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കൺസ്യൂമറിനെ സ്മാർട്ട് കൺസ്യൂമറാക്കി മാറ്റാം. ഈ ഒരു പിക്ചറിൽ കാണാം ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ പിക്ചറൈസ് ചെയ്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവാം അല്ലെ? നമ്മൾ ഇന്ന് പഠിക്കുന്നതും പഠിച്ചതിന് ശേഷം നല്ലൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നതും നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ധാരാളം പണം, ബാങ്ക് ബാലൻസ് നമുക്ക് എല്ലാവരും സ്വപ്നമാണ്. ഒരു വാഹനം എല്ലാവരുടെ സ്വപ്നമാണ്. ലക്ഷറി വാഹനം സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവും. വിദേശ യാത്രകൾ, അതും സ്വപ്നമുള്ള ആൾക്കാരുണ്ടാവും. നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരും, ഇന്ന് മലയാളികളെ പ്രത്യേകിച്ച് വീട് വെക്കുക എന്ന് കഴിഞ്ഞാൽ അവരെ ഒരു അത്രയും വലിയൊരു സ്വപ്നമാണ്. ഫാമിലിയുടെ കൂടെ സന്തോഷകരമായ ഒരു ലൈഫ്, ആരോഗ്യപരമായ ഒരു ലൈഫ് എൻജോയ് ചെയ്യുക, ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. വാട്ട് ഈസ് യുവർ ഡ്രീം? ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഈ ഒരു സ്വപ്നങ്ങളൊക്കെ നേടാൻ സാധിക്കും തോന്നുന്നുണ്ടോ?
ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ പൈസ മാത്രം മതിയോ? ഇനഫ് മണി, പണം മാത്രം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയി എന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് അത് എൻജോയ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഈ പണം ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അതിലൂടെ തന്നെ അത് ഒരു പ്രോപ്പർ ഹെൽത്ത് അല്ല എങ്കിൽ, ഇന്ന് നമുക്കെന്നറിയാം നമ്മുടെ നാട്ടിലെല്ലാവരും ഇൽനെസ് ലോകത്താണ്. അസുഖങ്ങളുടെ അളവ് കൂടുതൽ, രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിന്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും നമുക്ക് അസുഖം കുറയുന്നില്ല. അപ്പൊ നല്ലൊരു ആരോഗ്യമില്ല, പണം മാത്രം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ലൈഫ് സെക്യൂരിറ്റി വേണം, നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബം സേഫ് ആയിരിക്കണം. ഇത് നാലും ചേർന്നാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഒരു കുറച്ച് ചോദ്യങ്ങളാണ്, എനിക്ക് തന്നെ ഉള്ള കുറേ ചോദ്യങ്ങൾ എഴുതി തീർന്നുണ്ടാവും. വാട്ട് ഈസ് യുവർ കറണ്ട് ഇൻകം സ്റ്റാറ്റസ്? എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫാമിലിയെ കൂടെ നിർത്തിയത്. കൊറോണ വന്ന സമയത്ത് ശമ്പളം പകുതിയായപ്പോൾ എൻ്റെ മുന്നോട്ട് പോകാനുള്ള വഴികൾ അടഞ്ഞിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ജോലിയിൽ എന്തെങ്കിലും സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വരുമാനം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒന്നും മാറ്റി വെക്കാൻ സാധിക്കുന്നു വരില്ല. ഇപ്പോൾ ആർ യു ഷുവർ അബൌട്ട് ഒരു ജോബ് സെക്യൂരിറ്റി? ജോലിയിൽ ഒരിക്കലും ഇന്നത്തെ നമ്മൾ ഒരു ഗ്യാരണ്ടി ഇല്ല, നമുക്ക് എപ്പോഴും ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം. ആ സമയത്തൊക്കെ നമുക്ക് എങ്ങനെ നമ്മളെ ഫാമിലിയെ മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറണ്ട് ഇൻകം സ്റ്റോപ്സ്? വരുമാനം ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന സമയത്തായിരിക്കും അവരുടെ എഡ്യൂക്കേഷൻ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു അസുഖം വന്നാൽ പോലും നമുക്ക് മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു കാര്യങ്ങളെ മുഴുവൻ നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അവസരം. ഈ ഒരു സ്ക്രീനിൽ കാണാം രണ്ട് തരം വരുമാനങ്ങൾ വെച്ച്, ഒന്ന് ആക്റ്റീവ് ഇൻകവും മറ്റൊന്ന് പാസീവ് ഇൻകവുമാണ്. എന്താണ് ആക്റ്റീവ് ഇൻകം? നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, എംപ്ലോയി കാറ്റഗറി വരുന്ന ആൾക്കാർ, ഒരു മാസം മുഴുവനായിട്ടും 25-28 ദിവസം ജോലി ചെയ്ത് മാസമാസം ശമ്പളം വാങ്ങിക്കുന്ന എംപ്ലോയ്മെന്റ് കാറ്റഗറി ഉണ്ടാവും. സെൽഫ് എംപ്ലോയ്മെന്റ് ഉണ്ടാവും, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം, ഷോപ്പോ അല്ലെങ്കിൽ വാഹനമോ അല്ലെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയേഴ്സ് ആയിട്ട് അവരെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണേഴ്സ് ആയിട്ടുണ്ടാവും. ഇതൊരു ആക്റ്റീവ് ഇൻകം കാറ്റഗറിയാണ്. എപ്പോഴാണോ അവർ ജോലി ചെയ്യുന്നത് ആ സമയത്ത് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ. വലതു ഭാഗത്ത് തന്നെ പാസീവ് ഇൻകം കാറ്റഗറിക്കാർ. പാസീവ് ഇൻകം എന്ന് വെച്ചാൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് ലുലു, യൂസഫ് അലി സാറിന്റെ, അതുപോലെ കല്യാൺ സിൽക്ക്, ആലുക്കാസ്, ഇങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ് സംരംഭകരുണ്ടോ. അവരൊക്കെ കോടികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഒരു പാസീവ് ഇൻകം ക്രിയേഷൻ ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളെ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പാസീവ് ഇൻകം ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ 95% ആക്റ്റീവ് ഇൻകം കാറ്റഗറിക്കാർ വരുന്നതാണ്. 5% മാത്രമേ ഉണ്ടാവുള്ളൂ പാസീവ് ഇൻകത്തിലേക്കുള്ള ആൾക്കാർ. പക്ഷേ ഇവരുടെ കയ്യിൽ, ഈ 5%കാരുടെ കയ്യിലാണ് ഈ 95% വെൽത്ത് കിടക്കുന്നത്. നമുക്കിവിടെ ഒരു പാസീവ് ഇൻകത്തിലേക്ക് മൂവ് ചെയ്യാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായകമാകുന്നുണ്ടോ? വേറെ എന്തൊക്കെ ലഭിക്കാം? വാട്ട് യു ഗെറ്റ് അഡീഷണൽ ആയിട്ട്? നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളതെങ്കിൽ, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് 10ാം തീയതി ആകുമ്പോൾ ഒരു എക്സ്ട്രാ വരുമാനം ലഭിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്നൊരു സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ് ആയിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, എന്ത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ പ്രൈസിലേക്ക് ഒരു നോട്ടം ഉണ്ടാവില്ലേ. പ്രൈസ് നോക്കി കഴിഞ്ഞാലായിരിക്കും നമ്മളെ പോക്കറ്റിൽ കിടക്കുന്ന പൈസക്ക് അത് താങ്ങാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മൾ വേറെ ഒന്ന് എടുത്തോ, അത് ഇഷ്ടപ്പെടേണ്ട അവസ്ഥ വരാറുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കുന്നു, ടൈം ഫ്രീഡം നേടാൻ സാധിക്കുന്നു, അതോടൊപ്പം തന്നെ നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇന്ന് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻസ് ആയ കാര്യം ആരോഗ്യം തന്നെയാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല, ജോലിക്ക് പോകാൻ സാധിക്കത്തില്ലല്ലോ. അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പരാജയങ്ങൾ അവിടെ വരുന്നുണ്ടാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ആരോഗ്യം കൂടെ നമുക്ക് ലഭിക്കും. ലിവ് എ ലെഗസി, ലെജൻഡായി മാറാൻ, അറിയപ്പെടുന്ന വ്യക്തി, നമ്മുടെ ജനറേഷൻ നമ്മുടെ മക്കളും അവരുടെ മക്കളൊക്കെ നമ്മൾ ഓർക്കുന്ന ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഏർലി റിട്ടയർമെന്റ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ ബിസിനസ്സിൽ 4.5 വർഷമായി വന്നിട്ട്, ജോലിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ ഇന്ന് ഞാൻ റിട്ടയർമെന്റ് ലൈഫിലാണെന്ന് പറയാൻ സാധിക്കും. ജോലിക്ക് പോകുന്നില്ല, വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ദുബായിലാണ് ഇരിക്കുന്നത്. ഏകദേശം 13 രാജ്യങ്ങളിലായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു രൂപ പോലും എനിക്ക് വണ്ടിക്കൂലി കൊടുക്കാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞാൻ ഓൺലൈൻ വഴിയാണ് ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് ദുബായിലായതുകൊണ്ടാണ്, നാട്ടിൽ വന്ന് ചെയ്യാൻ ഇപ്പോഴത്തെ സാധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് 13 രാജ്യത്ത് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻസ് കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു മാറ്റമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ആൾക്കാരെ മുന്നിൽ സംസാരിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്,
ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് സാധിക്കും. നമ്മളെല്ലാവരും കറങ്ങാനൊക്കെ പോകുന്ന ആൾക്കാരല്ല. നാട്ടിലാണ് ഊട്ടിയിലും കൊടൈക്കനാലും ചിലപ്പോൾ ഗോവയിലും എവിടെയൊക്കെ നമ്മൾ കറങ്ങാൻ പോകുന്നുണ്ടാവും. പക്ഷെ ഒരു വിദേശ യാത്ര എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവാണ്. ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിലെ ലീഡേഴ്സൊക്കെ ലണ്ടൻ, സ്കോട്ട്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ് ഒരു 2 ആഴ്ചത്തെ ടൂർ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. തികച്ചും ഫ്രീ ആയിട്ടാണ് അവർ ഈ 5 സ്റ്റാർ ട്രിപ്പ് ആഘോഷിച്ച് എൻജോയ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ 3 ട്രിപ്പ് വിദേശ യാത്രകൾ ഫ്രീ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഹെൽപ്പിംഗ് അതേഴ്സ്, നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് നമ്മളുടെ കുടുംബത്തിലേക്കുള്ള വരുമാനം എത്തിക്കാനും സാധിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അനേകം കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാനും അനേകം കുടുംബത്തിലേക്ക് നമുക്കൊരു ആരോഗ്യം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ. അപ്പൊ അത്രയ്ക്കും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി. 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനി വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, 2 ഓഫീസിൽ തുടങ്ങിയ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തുടങ്ങിയ കമ്പനി ഇന്ന് 21 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ 450-ൽ പരം പ്രൊഡക്റ്റും ഏകദേശം 5000-ലധികം ഔട്ട്ലെറ്റും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാരുള്ള കമ്പനിയും മാറിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ UAE, ഞാൻ ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഖാന, ഐവോറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻ 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. 30ഓളം രാജ്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കമ്പനി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പനി ഫൗണ്ടേഴ്സ് ആണ് മിസ്റ്റർ ഗൗതം ബാലി സർ, കൺവെയർ സിംഗ്, ദീപക് സാർ. ഹൈ വിഷനറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. ഇന്ന് നമ്മളൊരു നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ മനസ്സിലാക്കാൻ ആ കമ്പനി മാനേജ്മെന്റിന്റെ എക്സ്പീരിയൻസ് കൂടെ നോക്കണം. ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷൻ കിട്ടിയ കമ്പനിയാണ്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി അവാർഡ് 2017-2018, ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ്, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡുള്ള TRAയുടെ അവാർഡും ലഭിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. ഇതിന് പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിലയിലാണ്. ഇന്റർനാഷണൽ ക്വാളിറ്റി, ഒരു ഉപയോഗത്തിലുള്ള ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റാണ്. വേറെ ഒരു പ്രത്യേകത മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. നമുക്കൊരിക്കലും ഒരു കമ്പനി, ഒരു സ്ഥാപനം നമുക്ക് അങ്ങനെ ഒരു ഓഫർ തരാറില്ല. നിങ്ങൾ വാങ്ങിച്ച പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയി അത് ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും കാരണവശാൽ അതിന്റെ ക്വാളിറ്റി കൊള്ളത്തില്ല നിങ്ങൾ തോന്നുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ വരെ ഒരു അവസരം കമ്പനി തരികയാണ്. അപ്പൊ നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ വരും അവസരം ഇവിടെ ലഭിക്കണം. അത്രയ്ക്കും ഒരു നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിക്ക് മാത്രമേ ആ ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു സിനിമാ താരങ്ങൾ പോലും പരസ്യത്തിൽ അങ്ങനെ പരസ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. ഏകദേശം 16ഓളം കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രോഡക്റ്റിലേക്ക് പോവാം. സപ്ലിമെന്റ്, ഫുഡ് സപ്ലിമെന്റേഷൻ്റെ കാര്യം നമുക്കറിയാം. ഇന്ന് നമ്മൾ എന്തിനാണ് സപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ട്യൂഷൻ കൊടുക്കുന്നത്? സ്കൂളിൽ അധ്യാപകന്മാരെ കൊള്ളാനായിട്ടാണോ? അല്ല, എക്സ്ട്രാ നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടെ നോളജ് കിട്ടാൻ വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഫീസ് കൊടുത്തിട്ട് മക്കളെ ട്യൂഷൻ അയക്കുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒന്നും കിട്ടാത്തൊരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ സപ്ലിമെന്റ് ചെയ്തേ പറ്റുന്നു. അതിന് നിരവധി സപ്ലിമെന്റ്സ് ആണ്. ഏകദേശം 100ഓളം വെൽനസ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ജോയിന്റ് ആൻഡ് ബോൺ ഹെൽത്ത്, മുട്ടുവേദന. നമുക്കറിയാം ജോയിന്റ് പ്രോബ്ലം ഒരുപാട് ആൾക്കാർക്ക് 35 വയസ്സ് കഴിയുമ്പം ജോയിന്റ് പ്രോബ്ലം വരാറുണ്ട്. അതിൽ നമുക്കറിയാം ഗ്ലൂക്കോസമിൻ, കാൽസ്യം, കൊളാജൻ, ഈ ഒരു 3 പ്രോഡക്റ്റ് അതിന് വളരെ വണ്ടർഫുൾ റിസൾട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. അടുത്തത് ഗ്ലിസമിക് ഹെൽത്ത്, ഷുഗർ പേഷ്യൻസിന് നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ടാണ് അവർ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ, പിന്നെ അത് കുറയാതെ ഇൻസുലിനിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. നമുക്ക് ആര്യവേപ്പിന്റെ നീം എന്ന് പറഞ്ഞൊരു സപ്ലിമെന്റ് വെറും 334 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആര്യവേപ്പിന്റെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നീമും അതിനോടൊപ്പം ഗ്ലൂക്കോ ഹെൽത്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി നിരവധി പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് സ്പിരുലിന, കടൽ പായൽ, സൂപ്പർ ഫുഡ് ഓഫ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന സ്പിരുലിന അവൈലബിൾ ആണ്. നോനി ഉണ്ട്. അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ, പശുവിന്റെ ആദ്യം പ്രസവിച്ചാൽ എടുക്കുന്ന ആദ്യത്തെ ഒരു മഞ്ഞപ്പാലിൽ നിന്ന് എടുത്ത സപ്ലിമെന്റ് ആണ്. നമ്മുടെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം അലോവേര ഉണ്ട്, ആംലയുണ്ട്. ആംല നമുക്കറിയാം നെല്ലിക്കയുടെ ഗുണം എന്താണെന്നല്ലേ. സ്ഥിരമായിട്ട് നമുക്ക് നെല്ലിക്ക കഴിക്കാൻ ചിലപ്പോൾ സമയം പോലും കിട്ടിയെന്നില്ല. ഈ ആംല റെഗുലറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള പനി, ജലദോഷം ഒന്നും വരാതിരിക്കാൻ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സപ്ലിമെന്റ് ആണ്. വെസ്റ്റീജ് പ്രൈമിൽ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. സി ബക്തോൺ ഉണ്ട്, ക്രില്ലോയിൽ ഉണ്ട്, കോംബാറ്റിക്സ് ഉണ്ട്, അതുപോലെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഉണ്ട്. കോംബാറ്റിക്സ് എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായ ദഹന പ്രക്രിയ, ദഹനം കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരാറുണ്ട്. അതുകൊണ്ട് കോംബാറ്റിക്സ് നമ്മൾ എല്ലാവരും റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ദഹന പ്രക്രിയ കറക്റ്റ് ആക്കിയിരിക്കാൻ സാധിക്കും.
മറ്റുള്ള പ്രൊഡക്റ്റ് എല്ലാം ഞാൻ പറയത്തില്ല, സമയം കുറവുണ്ട്. ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷനിൽ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. ഫൈബർ ഉണ്ട്, അതുപോലെ ഗാനഡോർമ, ഡിറ്റോക്സ് ഫുഡ് പാച്ച് ഉണ്ട്, ഐസപ്പോർട്ട് ഉണ്ട്, കുർക്കുമിൻ പ്ലസ് ഉണ്ട്. ഐസപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണിന് നിരവധി ആൾക്കാർക്ക് കണ്ണിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് അവിടെ. അതിന് ഐസപ്പോർട്ട് വളരെ വണ്ടർഫുൾ റിസൾട്ടാണ്. അത് ഗാനഡോർമ റെഡ് മഷ്റൂമാണ്. കുർക്കുമിൻ പ്ലസ് ഉണ്ട്, മഞ്ഞളിൻ്റെ എക്സ്ട്രാക്ട് എടുത്തൊരു സപ്ലിമെന്റ്, വണ്ടർഫുൾ ആയിട്ട് ക്യാൻസർ കോശങ്ങൾ വരെ നശിപ്പിക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് കുർക്കുമിൻ പ്ലസ്. അതുപോലെ ഫൈബർ, മെലാട്ടൺ ഓറൽ സ്പ്രേ ഉണ്ട്. അടുത്ത ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ അമിതവണ്ണം ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലെ. വണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് മുട്ടുവേദനയും നടുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മളത് വെയിറ്റ് ഒന്ന് മാനേജ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വെസ്റ്റീജിൻ്റെ അകത്ത് വിസിലും കാറ്റഗറിയിൽ നിരവധി ഫ്ലേവറിൽ വിസിലും ഷേക്ക് അവൈലബിൾ ആണ്. വിസിലും ടീ ഉണ്ട്, വിസിലും ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ ഒരു 3 പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ വെയിറ്റ് മാനേജ്മെന്റ് സാധിക്കുന്നുണ്ടോ. കുറച്ച് കാലം കണ്ടിന്യൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല റിസൾട്ടാണ് അവിടെ തരുന്നത്. അടുത്ത ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ. നമ്മളെ ഒരു മനുഷ്യൻ്റെ എത്ര വെയിറ്റ് ആണോ അത്രയും ഗ്രാം പ്രോട്ടീൻസ് നമുക്ക് ഡെയിലി ആവശ്യമുണ്ട്. അത്രയും ഭക്ഷണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് അത്രയും പ്രോട്ടീൻസ് ലഭിക്കാറില്ല. അപ്പോൾ റെഗുലർ ആയിട്ട് ഒരു സ്പൂണ് പ്രോട്ടീൻ പൗഡർ രാവിലെയും രാത്രിയും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് അവിടെ കിട്ടുന്നു. വണ്ടർഫുൾ ആയിട്ടുള്ള സോയാബീൻ എടുത്ത പ്രോട്ടീൻ പൗഡറാണ്. വിമൻസ് ഹെൽത്തിലേക്ക് പോകുകയാണെങ്കിൽ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അയൺ ഫോളിക്, അനീമിക് ആയിട്ടുള്ള വിളർച്ചയുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അയൺ ഫോളിക്. അതുപോലെ ശതാവരി മാക്സ്, പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലാതെ സ്ത്രീകൾക്ക് ഉപയോഗിക്കും. ഗർഭാശയ മുഴവല അസുഖങ്ങൾ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സ്ത്രീകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് ശതാവരി മാക്സ്. അതുപോലെ ക്രാൻബെറി ഉണ്ട്, യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ ഉള്ള സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന, എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഹെയർ സ്കിൻ നെയിൽ എന്ന് പറഞ്ഞൊരു സപ്ലിമെന്റ്സ് ഉണ്ട്. ആ പേര് പോലെ തന്നെ മുടിയെ സംരക്ഷിക്കാനും സ്കിന്നിന്റെ സംരക്ഷണത്തിനും നഖത്തിന്റെ സംരക്ഷണത്തിനും വളരെ മനോഹരമായ റിസൾട്ട് തരുന്ന ഒരു സപ്ലിമെന്റ് കൂടിയാണ്. അടുത്തത് പ്രോ ഹാർട്ടിന്റെ സംരക്ഷണത്തിന്. ഇന്ന് ഏറ്റവും നമുക്ക് പേടി ഹാർട്ട് അറ്റാക്ക് ആണ്. ഏറ്റവും ചെറുപ്പക്കാർക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഹാർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് കോൺസെമി ക്യൂട്ടൻ ആണ്, ഇപ്പോൾ ഫ്ലാക്സ് ഓയിൽ ആണ്. ഫ്ലാക്സ് ഓയിൽ നമ്മുടെ രക്തധമനികൾക്കുള്ള ബ്ലോക്കുകൾ വരെ അഴിച്ചു കളയാൻ സാധിക്കുന്ന, ഇന്നൊരു ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പൈസ ചെലവാക്കണം എന്നറിയാം. ഈ ഫ്ലാക്സ് ഓയിൽ ഒന്ന് റെഗുലറായി ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന സപ്ലിമെന്റ് ആണ്. അതോടൊപ്പം എല്ലാർജിനും കൂടിയുണ്ട്. ആയിഷന്ത്യയിലെ നിരവധി പ്രൊഡക്റ്റ് ആണ്. അതിൽ റെസ്പോ കെയർ എന്ന് പറഞ്ഞൊരു സപ്ലിമെന്റ് ഉണ്ട്. റെസ്പോ കെയർ എനിക്ക് ഏറ്റവും ഉപകാരമായിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റെസ്പോ കെയർ. കഫം, നമ്മൾ ചെസ്റ്റിലൊക്കെ കഫം ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ എത്ര ആന്റിബയോട്ടിക് കഴിച്ച് മരുന്ന് കഴിച്ചാൽ പോലും അത് പോകത്തില്ല, അവിടെ കിടക്കുകയുള്ളൂ. അത് പിന്നീട് നമുക്ക് പിന്നെ വലിയ വലിയ അസുഖങ്ങൾക്ക് പോകുന്നുണ്ടാവും. അതിന് ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് തോന്നി. ഞാൻ സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എല്ലാ 2 മാസം കൂടുമ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കും, ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ എന്ന് വെസ്റ്റീജിൽ വന്നു റെസ്പോ കെയർ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, അതിന് 4 വർഷത്തിനുമായി എനിക്ക് ആ ഒരു പ്രോബ്ലംസ് ഇതുവരെ അനുഭവപ്പെട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ പാൽ ചായക്ക് കുടിക്കുന്ന ആൾക്കാർക്ക് കഫത്തിന്റെ പ്രോബ്ലം വരാറുണ്ട്. അതിന് ഏറ്റവും മനോഹരമായ റിസൾട്ട് തരുന്ന സപ്ലിമെന്റാണ് റെസ്പോ കെയർ. അതുപോലെ കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും. നമുക്കറിയാം, നമ്മളെല്ലാവരും കിഡ്നി പോകുമ്പോൾ സമയത്താണ് കിഡ്നിയെ കുറിച്ച് ആലോചിക്കുന്നത്. കിഡ്നിയെ സംരക്ഷിക്കാനും ലിവറിനെ സംരക്ഷിക്കാനും പറ്റിയ വണ്ടർഫുൾ ആയിട്ടുള്ള 2 സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. എല്ലാവരും അത് മസ്റ്റായിട്ട് ഇടക്കിടക്കെങ്കിലും ഓരോന്ന് കഴിക്കുവാണെങ്കിൽ അതിന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ വൈറ്റൽ കോംപ്ലക്സ്, കണ്ണിനെ സംരക്ഷിക്കാൻ ടോക്സ് ഫ്രീ എന്ന് പറഞ്ഞ സപ്ലിമെന്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറത്തോട്ട് തള്ളാൻ സാധിക്കുന്ന പ്രൊഡക്റ്റാണ്. അടുത്തത് ഹെൽത്ത് ഫുഡിലേക്ക് കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, ഒമേഗ 3 അടങ്ങിയ തവിടെണ്ണയുണ്ട്. ഇന്ന് നമുക്കറിയാം കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു തവിടെണ്ണ വണ്ടർഫുൾ റിസൾട്ട് തരുന്ന ഒരു കുക്കിംഗ് ഓയിലാണ്. വെളിച്ചെണ്ണയെക്കാളും നമുക്ക് ടേസ്റ്റ് തോന്നുന്നുണ്ടാവും. വണ്ടർഫുൾ ആയിട്ട് ഒരു ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു തവിടെണ്ണ. ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാകും. നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ടാവും. അതോടൊപ്പം ടീ പൗഡർ, കോഫി പൗഡർ ബ്രേക്ക്ഫാസ്റ്റിൽ അവൈലബിൾ ആണ്. സബ്ലിംഗൽ സ്പ്രേ, നമുക്ക് വൈറ്റമിൻസ് അഭാവം മൂലം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഒക്കെ, ഇങ്ങനെ നിരവധി സബ്ലിംഗൽ സ്പ്രേ അവൈലബിൾ ആണ്. ഓറൽ കെയറിലേക്ക് പോകുകയാണെങ്കിൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റുകൾ, മാർക്കറ്റിൽ നമുക്ക് പല പല പേസ്റ്റുകൾ കാണാൻ സാധിക്കുമല്ലോ. വെറും 63 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പല്ലുവേദനക്കൊക്കെ വണ്ടർഫുൾ റിസൾട്ട് തരുന്ന പേസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ മൗത്ത് വാഷും ബ്രഷും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പേഴ്സണൽ കെയറിലെ നിരവധി പ്രൊഡക്റ്റുകൾ, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, BB ക്രീം, അതുപോലെ പെർഫ്യൂംസ്, ഡിയോഡറൻസ്, സോപ്പ് അവൈലബിൾ ആണ്. സോപ്പ് പലതരം സോപ്പ് ഉണ്ട്. TFM 76 മേലെ ക്വാളിറ്റിയുള്ള ഏത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന സോപ്പുകളാണ്. വെറും 44 രൂപയാണ് നമ്മുടെ സോപ്പിന്റെ പ്രൈസ് ഉള്ളത്. അതുപോലെ മുടിയുടെ സംരക്ഷണത്തിന് ഹെയർ ഓയിൽ, മുടി വളരാൻ, അതുപോലെ ഡാൻഡ്രഫ് ഒക്കെ പോകാൻ സാധിക്കുന്ന ഷാംപൂസ്, നിരവധി മുടിയൊക്കെ പൊട്ടി പോകുന്നതിനൊക്കെ പറ്റുന്ന ഷാംപൂസ് അവൈലബിൾ ആണ്. ഹെയർ സ്പാ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, പെയിൻ റിലീഫ് ക്രീം ഉണ്ട്, വെസ്റ്റ് കെയറിന്റെ ഒരു ക്രീം ഉണ്ട്. 129 rupees മാത്രമേ ഉള്ളൂ. വളരെ വണ്ടർഫുൾ റിസൾട്ട് തരുന്ന ഒരു പെയിൻ റിലീഫ് ക്രീമാണ്. അതുപോലെ 100% നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, ഹെയർ മാസ്ക്, അതുപോലെ മഡ് മാസ്ക്, നിരവധി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്.
മാച്ച് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽസിന്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റ്. വണ്ടികൾക്ക് പഴയതായി കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണത്. നാനോ എനർജൈസ് എന്ന് മാച്ച് ഡ്രൈവിന്റെ പ്രൊഡക്റ്റാണ്. വേറെ ഹൈ വേസ്റ്റിലേക്ക് ക്ലീനിങ് സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നിരവധി പ്രൊഡക്റ്റ് ആണ്. ഡിഷ് വാഷിംഗ് ഡിറ്റർജന്റ് പൗഡറും ടോയ്ലറ്റിനും ഫ്ലോറിനൊക്കെ ക്വാളിറ്റിയുള്ള, പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാകുന്ന ഒരു കെമിക്കൽ ഉൾപ്പെടാത്ത വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നോർമൽ പ്രൈസിൽ നമുക്ക് വീട്ടിലേക്ക് നല്ല ഹൈജീൻ ആക്കി മാറ്റാൻ സാധിക്കുന്ന ഹോം കെയർ ഐറ്റംസ് അവൈലബിൾ ആണ്. ജെൻസിന്റെ ബാത്തിങ് ബാറും ഡിയോഡറൻസും അതുപോലെ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് നിരവധി പ്രൊഡക്റ്റുകളാണ്. ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, ഇതൊക്കെ കംപ്ലീറ്റ് പറയാൻ അത്രക്കും 100ഓളം ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. കണ്ണിനടിയിലെ കറുത്ത പാട് മാറ്റാൻ സാധിക്കുന്ന അണ്ടറൈസറും മുഖത്ത് ചുളിവുകളും കലകളും മാറ്റാൻ സാധിക്കുന്ന ബ്ലമിഷ് ജെലും, യൂത്ത് എലിക്സറും, അങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് പ്രൊഡക്റ്റ് സെഷനിലേക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ. അതുപോലെ കൃഷിക്കാരെ സഹായിക്കാൻ അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 100% ഓർഗാനിക് ആയിട്ടുള്ള അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് കൃഷിക്കാരുടെ ചെലവ് ചുരുക്കിക്കൊണ്ട് അവരുടെ വിളവുകളെ അധികമാക്കി വരുമാനത്തെ അധികമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു 7ഓളം പ്രൊഡക്റ്റ് നമുക്ക് അഗ്രി പ്രൊഡക്റ്റ് കാറ്റഗറിയിലുണ്ട്. അതോടൊപ്പം തന്നെ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്ന വാട്ടർ പ്യൂരിഫയർ, ഷാർപ്പ് കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതൊന്ന് പോർട്ടബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ സാധിക്കുന്ന 2 തരം വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ശുദ്ധമായ വെള്ളം നമുക്കിന്ന് അറിയാം, കിണറ്റിലെ വെള്ളം നമ്മൾ തിളപ്പിച്ചായിരിക്കും കുടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് മിനറൽസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുവാണ്. വാട്ടർ പ്യൂരിഫയർ നല്ല കമ്പനിയുടെ ക്വാളിറ്റിയുള്ള ഫിൽറ്ററൊക്കെയുള്ള വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം ഓടിച്ചെന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്കിന്നറിയാം ട്രഡീഷണൽ മാർക്കറ്റിംഗ്, ഈ ഒരു മാർക്കറ്റിംഗ് രീതി വഴിയാണ് നമ്മൾ വർഷങ്ങളോളം, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും ആ റീറ്റെയിൽ ഷോപ്പ് നല്ല ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് CNF ഏജന്റ് വഴി സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലർമാർ വഴിയാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള ആ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. കമ്പനിക്ക് ഒരിക്കൽ 40% മാത്രമേ അവരെ മാനുഫാക്ചറിങ് പ്രോഫിറ്റ് പോകുന്നുണ്ടാവും. ബാക്കി വരുന്ന 60% ഈ കാണുന്ന ഇടനിലക്കാർക്കും അതോടൊപ്പം തന്നെ TV ചാനലുകൾക്കും അഡ്വർടൈസ്മെന്റിൽ പറയുന്ന സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഓരോരോ പ്രൊഡക്റ്റിന് കോടികൾ വാങ്ങിച്ചുകൊണ്ട് പരസ്യങ്ങൾ പറയുന്നത് കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്രയോളം പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും പരസ്യം പറയാൻ കോടികളാണ് സിനിമാ താരങ്ങൾ വാങ്ങിക്കുന്നത്. അവർ ഒരിക്കലും ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടല്ല ആ പരസ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അത് കണ്ടിട്ട് അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു രൂപയുടെ വരുമാനമോ അല്ലെങ്കിൽ ഒരു ഫ്രീ പ്രൊഡക്റ്റോ, നമുക്കൊരു ജോലി നഷ്ടപ്പെട്ട സമയത്ത് പോലും ഈ കമ്പനിയോ ഒരു രൂപയുടെ പോലും ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് തരാറില്ല. നമുക്കൊരു പ്രയോജനമില്ലാത്ത ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വർഷങ്ങളോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതി നമുക്കൊന്ന് മാറ്റാൻ സാധിക്കുവാണെങ്കിൽ വെസ്റ്റേജ് കമ്പനി നമുക്കൊരു സുവർണ അവസരം തരികയാണ്. ആ ഇടനിലക്കാരെ കംപ്ലീറ്റ് മാറ്റി നിർത്തിക്കൊണ്ട് സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും ഇല്ലാതെ, TV ചാനലില്ലാതെ, ഹോൾസെയിലർമാരും അതുപോലെ റീറ്റെയിൽ ഷോപ്പും CNF ഏജന്റും ഇല്ലാതെ നേരിട്ട് നമ്മൾക്ക് കമ്പനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ഒരു അവസരം, അങ്ങനെ ഒരു അവസരം നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കിയ ഒരു അവസരം വെസ്റ്റേജ് കമ്പനി തരാൻ റെഡിയാണ്. ആർ യു റെഡി? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അങ്ങനെ ഒരു എക്സ്ട്രാ വരുമാനം? നിങ്ങളുടെ വീട്ടിൽ ചെലവിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം ലൈഫ് ലോങ് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ലഭിക്കുവാണെങ്കിൽ നമ്മൾ ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ റെഡിയാണോ? ജസ്റ്റ് നിങ്ങളുടെ ഷോപ്പും ബ്രാൻഡും ഒന്ന് മാറ്റിയാൽ മതി. ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ഷോപ്പിൽ നിന്നാണോ ഇതുവരെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഷോപ്പ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 9 തരം വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് അവസരം ലഭിക്കുക. സേവിങ്സ് ഓഫ് കൺസപ്ഷൻ ആയിട്ട് ഒരു 10 മുതൽ ഇന്ന് 35% വരെ GSTയുടെ ഭാഗമായിട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഏകദേശം 35% വരെ ഡിസ്കൗണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്. പെർഫോമൻസ് ബോണസ് ആയിട്ട് ഒരു 5 മുതൽ 16% വരെ, ഡയറക്ടർ ബോണസ് ആയിട്ട് ഒരു 15%, ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്, നമ്മുടെ കൂടെ വരുന്ന ഒരു വ്യക്തിയുടെ വരുമാനം വാങ്ങിച്ചുകൊടുക്കുന്ന സമയത്ത് ലീഡർഷിപ്പ് ബോണസ് ആയിട്ട് നമുക്ക് ഒരു 18% ലഭിക്കുന്നുണ്ട്. ട്രാവൽ ചെയ്യാനുള്ള ഫണ്ട് 3%, എല്ലാ മാസം 10-ാം തീയതി തരും. കാറ് വാങ്ങിക്കാനുള്ള ഫണ്ട് ഒരു 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. ഇങ്ങനെ 9 തരം വരുമാനമായിട്ട് ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ഒരു കമ്പനി നമുക്കൊരു അവസരം തരികയാണ്. കൺസ്യൂമറായി നിൽക്കുമ്പോഴുള്ള ബെനിഫിറ്റ്, നിങ്ങൾക്കൊരു കമ്പനിയുടെ കസ്റ്റമറായി നിന്നാൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും നമ്മൾ ചെലവാക്കുന്ന തുകയുടെ 50%, ഒരു 50%-ഓളം തിരിച്ചെടുക്കാൻ പോലും അവസരം. ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്കൗണ്ട് 35% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രൊഡക്റ്റ് തരുന്നുണ്ടാവുക. റീപർച്ചേസിങ് ഓഫറായിട്ട് നമ്മൾ ചെലവാക്കുന്ന തുകയുടെ ഒരു 10% ഫ്രീ പ്രൊഡക്റ്റ് തരും. 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക്. അങ്ങനെ നമുക്ക് ഇതുവരെ എവിടെയും ലഭിച്ചിട്ടുണ്ടാവില്ല. എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന്റെ 5 മുതൽ 16% വരെ വരുമാനം നമ്മൾ അക്കൗണ്ടിലേക്ക് തരും.
100% മണി ബാക്ക് ഗ്യാരണ്ടി ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് കൺസിസ്റ്റൻസി ബെനിഫിറ്റ്. സ്ഥിരതയുള്ള കസ്റ്റമർക്കുള്ള ഒരു ഓഫറാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടിനടുത്തുള്ള ഒരു കടയിൽ പോയിട്ടായിരിക്കും സ്ഥിരമായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പർച്ചേസിങ് നമ്മൾ വെസ്റ്റീജിലോട്ട് മാറ്റുവാണെങ്കിൽ 4 മാസം തുടർച്ചയായി വെസ്റ്റീജിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത റേറ്റിനുള്ളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് 3000 രൂപ MRP വരുന്ന 3000-ന് മേലെ MRP വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് അഞ്ചാമത്തെ മാസം വാങ്ങിക്കാൻ സാധിക്കും. അത് 3000 അല്ല, എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. 12,000-ന് വാങ്ങിക്കാം, 20,000-ന് പോലും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ആൾക്കാർ, വാങ്ങിക്കുന്ന ആൾക്കാർ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ലക്കി ഡ്രോസ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന സമയത്തും നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ബിസിനസ് ആയാലും നമ്മളത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ശമ്പളം കൊടുത്ത് സ്റ്റാഫിനെ വെക്കേണ്ടി വരില്ല. ഈ ഒരു ബിസിനസ് നിങ്ങളെ കൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി, സ്പോൺസർ, അദ്ദേഹം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് എല്ലാ ട്രെയിനിങ്സും അവൈലബിൾ ആണ്. നമുക്കിവിടെ വെസ്റ്റേജ് കമ്പനി കംപ്ലീറ്റ് സപ്പോർട്ടും തരാൻ നമ്മളോടൊപ്പം ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ബോണസ് നമുക്ക് ലഭിക്കുന്നത്? നമ്മളൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ നമുക്ക് ഇത് നമ്മുടെ വീട്ടിനടുത്ത് ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഒരു 30 രൂപക്ക് അടുത്തുള്ള ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പോയിന്റായി മാറും. ഇത് എപ്പോഴാണ് ഒരു 600 പോയിന്റ് ആവുന്നത്? 30 പോയിന്റ് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ 5% ബോണസാണ് നമുക്ക് ലഭിക്കുക. 10-ാം തീയതി ആകുമ്പോൾ 5% ബോണസ് ലഭിക്കുന്നു. അത് എപ്പോഴാണോ ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് 600 പോയിന്റ് ആവുന്നത്, നമ്മൾ വാങ്ങിക്കുന്നത് ഈ മാസത്തെ അടുത്ത മാസത്തെയും കൂടെ ചേർത്ത് എത്ര പോയിന്റ് ആവുന്നു, ഒരു 600 പോയിന്റ് ആവുന്ന സമയത്ത് നമുക്ക് 8% ബോണസ് ലെവലിൽ പോകാൻ സാധിക്കും. അത് നമുക്ക് ഫാസ്റ്റ് ആയിട്ടും ചെയ്യാം. സ്പീഡ് വേണം, പെട്ടെന്ന് വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു സിംഗിൾ മാസം തന്നെ ആ ഒരു 300 പോയിന്റ് എത്തിച്ചാൽ തന്നെ നമുക്ക് അവിടെ കമ്പനി പകുതി ബിസിനസ് ചെയ്താൽ പോലും ഈ 8% പൊസിഷൻ എത്താൻ സാധിക്കും. ആ സമയത്ത് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് ഒരു 750 പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. ഇനി എപ്പോഴാണോ നമ്മളിത് പോയിന്റ് വാല്യൂ അത് 2400 എത്തുന്നത്, നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ട് കഴിഞ്ഞ മാസത്തിൽ ഈ മാസമൊക്കെ ആയിട്ട് ഒരു 2400 പോയിന്റ് ആവുന്ന സമയത്ത് 12% ബോണസ് ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. 5500 പോയിന്റ് വാല്യൂ ആവുന്ന സമയത്ത് അത് 16% ബോണസ് ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ഇനി അത് വേണമെങ്കിൽ സ്പീഡായിട്ട് പെട്ടെന്നൊക്കെ നമുക്കൊരു വരുമാനം ഒരു മാസം കൊണ്ട് തന്നെ ഒരു 15,000-ന് മേലെ 20,000-ന് ഇടയിലൊക്കെ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 4500 പോയിന്റ് വാല്യൂടെ ബിസിനസ് ചെയ്താൽ തന്നെ ഫാസ്റ്റായിട്ട് ബോണസ് സെലക്ടർ ആവാൻ സാധിക്കും. നല്ലൊരു എമൗണ്ട് നമുക്ക് എല്ലാ മാസവും ആ ലെവലിലേക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒറ്റക്കല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പം 4.5 വർഷമായി. ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതിൽ വന്ന് ആദ്യമായിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റ്, ഈ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ അതിൽ കുറച്ച് വ്യക്തികൾ, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പല കാര്യം ഷെയർ ചെയ്യുന്ന പോലെ സിനിമ കാണുമ്പോൾ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയും, ഒരു മൊബൈൽ വാങ്ങിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ടല്ലേ. അതേപോലെ തന്നെ ഈ ഒരു കമ്പനി വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരും ഇതിൻ്റെ ഒരു കസ്റ്റമറായി മാറാനും ഇതിലൂടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറായും അതിലൊരു കുറച്ച് വ്യക്തികൾ, ഒരു 6ഓളം ഫാമിലി ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്ത് ആ 6 ഫാമിലിയിലൂടെ ഇതിന്റെ ടേൺ ഓവർ നമുക്കൊരു 5500 പോയിന്റ് വാല്യൂ ആക്കുന്ന സമയത്ത് ബ്രോൺസ് സെലക്ടറായി മാറാൻ സാധിക്കും. ആ സമയത്ത് പെർഫോമൻസ് ബോണസും ടീം ബിൽഡിംഗ് ബോണസൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു വന്നിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പ്രൊമോഷനായിട്ട് സിൽവർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നുണ്ടാവും. സിൽവർ ഡയറക്ടർ ആകുന്ന സമയത്ത് ടീം ബിൽഡിംഗ് ബോണസിന് പുറമെ നമുക്ക് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് സ്റ്റാർട്ട് ആവുന്നു. വിദേശ യാത്ര പോകാൻ, ഏഷ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ നമുക്ക് എല്ലാ മാസം 10-ാം തീയതി കമ്പനി EMI പോലെ എല്ലാ മാസം നമ്മൾ അക്കൗണ്ടിൽ തരുന്നുണ്ടാവും. നമുക്ക് വർഷത്തിൽ 3 വിദേശ യാത്രയുണ്ട്. അതിൽ 2 ഏഷ്യൻ രാജ്യമാണ്, ഒരു യൂറോപ്യൻ രാജ്യത്തും പോകാൻ സാധിക്കുന്നുണ്ട്. 2 കുടുംബത്തിലേക്ക് ഒരു വരുമാനം വാങ്ങിക്കുമ്പോൾ ഗോൾഡ് ഡയറക്ടറായി മാറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 3 ഫാമിലിയെ സക്സസ് ആക്കി ഒരു വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയും പ്രത്യേകത ശ്രദ്ധിക്കുക, നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം വരുന്ന ഈ ഒരു വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അവർക്കൊരു വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോൾ അവരെ സഹായിക്കുന്ന സമയത്ത് നമ്മൾക്ക് കമ്പനി ഓരോ പ്രാവശ്യം ഓരോ ബോണസുകൾ എക്സ്ട്രാ തരിക. സ്റ്റാർ ഡയറക്ടർ 3 ഫാമിലി സക്സസ് എത്തിച്ച സ്റ്റാർ ഡയറക്ടറാണ്. അന്നേരം നമുക്ക് കാറിന്റെ EMI സ്റ്റാർട്ട് ആവണം. ലൈഫ് ലോങ് ആയിട്ട് ജീവിതകാലം മുഴുവനും കാറിന്റെ EMI വാങ്ങിക്കാൻ സാധിക്കും. എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ അത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എത്ര കാറ് വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കുന്നു. അടുത്ത 4 ഫാമിലിയിൽ വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോൾ ഡയമണ്ട് ഡയറക്ടറായി മാറുന്നു. ആ സമയത്താണ് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ, സ്വിറ്റ്സർലാൻഡിലും ലണ്ടനിലും സ്കോട്ട്ലാൻഡിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഡയറക്ടർ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. 6 ഫാമിലിയെ സക്സസ്സിലാക്കി കഴിഞ്ഞാൽ ക്രൗൺ ഡയറക്ടർ, അവിടെയാണ് നമുക്ക് ഹൗസ് ഫണ്ട് സ്റ്റാർട്ട് ആവുന്നത്. 3% വീട് വെക്കാനുള്ള ഫണ്ടും നമുക്ക് എല്ലാ മാസം EMI തരുന്നുണ്ടാവും. അതൊക്കെ
1,00,000 രൂപയൊക്കെ മാക്സിമം വീടിന്റെ ഫണ്ട് വാങ്ങിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. എത്ര വീട് വേണമെങ്കിലും നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്ക് വേണമെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ സാധിക്കണം. അടുത്തത് ഒരു 6 ഫാമിലിയോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് അവർക്കൊരു വരുമാനം വാങ്ങിക്കാൻ അവരെ സഹായിച്ചാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് 9ാമത്തെ വരുമാനമായ എലൈറ്റ് ക്ലബ്ബ് ബോണസ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അത് 2% ആണെങ്കിൽ പോലും കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2%, വലിയൊരു എമൗണ്ട്. 20 ലക്ഷമൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ ആ ഒരു 9ാമത്തെ വരുമാനം വാങ്ങിക്കുന്നത് 20 ലക്ഷം രൂപയ്ക്ക് മാസം അത് മാത്രം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. 12 കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചാൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ. 16 ഫാമിലിയെ ഇതിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇതിൽ ഹയസ്റ്റ് ലെവലാണ്. 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഈ 16 ഫാമിലിയെ നമുക്ക് വരുമാനം എത്തിക്കുമ്പോൾ. ഇത് കമ്പനി ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. 16 ഫാമിലിയുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വെറും 6 ഫാമിലിയോടൊപ്പം നിന്നുകൊണ്ടും ഈ ഒരു പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ നമുക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കുറച്ച് എക്സ്ട്രാ വോളിയം അതിൽ കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ 6 ഫാമിലിയിലൂടെ തന്നെ ഈ വരുന്ന എല്ലാ ഇൻകവും ഈ ലക്ഷങ്ങൾ 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം, 1 കോടി രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏത് തരം കാറ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ട വാഹനം, മെഴ്സിഡീസ് ബെൻസ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, പോർഷെ ആയിക്കോട്ടെ, ഓഡി കാർ ആയിക്കോട്ടെ, ഏത് തരം വാഹനമാണെങ്കിലും നിങ്ങളുടെ ഡ്രീം കാർ ഏതാണോ അത് വാങ്ങിക്കാൻ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ ടേൺ ഓവർ അനുസരിച്ച് നമുക്ക് എല്ലാ മാസവും EMI തരുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്ട ഭവനം, എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, എത്ര വീട് വേണമെങ്കിലും വെക്കാൻ നമുക്ക് ഈ ഒരു ഹൗസ് ഫണ്ടിലൂടെ എല്ലാ മാസവും വരുന്ന ഹൗസ് ഫണ്ടിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഇന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ബിസിനസ്സാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും വെൽനെസ്സും കൊമേഴ്സിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ. ആമസോണും മീഷോയിലൂടെയൊക്കെ നമ്മൾ ഓൺലൈൻ വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ. അമേരിക്കൻ കമ്പനിയായ ആമസോണാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് സാധനം കൊടുത്തിരുന്നത്. വെസ്റ്റീജ് കമ്പനിയുടെ കൊമേഴ്സ് വഴി നമുക്ക് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാനും അതോടൊപ്പം തന്നെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാം. ഈ ഒരു സുവർണ അവസരത്തെ നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് അതൊരു നെറ്റ്വർക്കായി മാറുവാണ്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇത് മറ്റൊരു വ്യക്തി അറിയുന്ന വഴി വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കാലഘട്ടമാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ റിച്ചായി മാറാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അടുത്തത് വെൽനസ് റെവല്യൂഷൻ. പോൾ സെന്റ് കിൽസർ എന്ന US എക്കണോമിസ്റ്റ്, ഇദ്ദേഹത്തെ നമുക്കറിയാം. IT റെവല്യൂഷൻ പ്രവചിച്ച വ്യക്തി. അദ്ദേഹം പറയുന്നത് ഇനി വരുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി വെൽനസ് യുഗമാണ് വരാൻ പോകുന്നത്. വെസ്റ്റീജ് കമ്പനി ഓൾറെഡി 100ഓളം വെൽനസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്. ഇനി കാലഘട്ടത്തിന്റെ ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഈ 3 കോമ്പിനേഷൻ ആയിട്ട് ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം. സ്വന്തം വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജിലൂടെ വാങ്ങിച്ചെടുക്കാനും നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്ന ആൾക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ, ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനും വെസ്റ്റേജ് കമ്പനിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നിങ്ങൾ അപ്ലൈനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ടാവും. ഇന്ന് ഈ ഒരു മനോഹരമായ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ എനിക്ക് അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ ഓരോ ലീഡേഴ്സിനോട് നന്ദി അറിയിക്കുകയാണ്. കാരണം ദുബായിൽ ഇരുന്നു കൊണ്ട് പോലും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണമെങ്കിൽ അതൊരു വലിയൊരു മഹാഭാഗ്യമായി കാണുകയാണ്. ഞാനിപ്പോൾ ദുബായിലാണെങ്കിൽ പോലും ഇത്രയും ആൾക്കാരിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കുക. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു ഷജി സാർ. വളരെ നന്നായി. എന്താണ് ഈ പ്രൊജക്റ്റ് എന്നും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യണമെന്നും വളരെ ഭംഗിയായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായി വിശദ വിവരങ്ങളോടുകൂടി തന്നെ പറഞ്ഞു തന്ന ഷാജി സാറിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പുതിയതായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പുതിയൊരു തുടക്കമാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാനും നേടിയെടുക്കാനും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വിശദമായി സംസാരിച്ച ഷാജി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അടുത്ത സെഷൻ, ക്ലോസിംഗ് സെഷൻ ചെയ്യുന്നത് മറ്റൊരു പ്രതിഭാശാലിയാണ്. അത് മറ്റാരുമല്ല, ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയ, നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം വളരെ പാഷനേറ്റ് ആയിട്ട് വെസ്റ്റേജ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിൽ
യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന ഒരു ഉന്നതമായ പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു വിന്നിംഗ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനേഴ്സിൽ ഒരാളായ വിമൽ കുമാർ സാറിനെ നിങ്ങളുടെ എവരുടെ അനുവാദത്തോടുകൂടി പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം വിമൽ സാർ. Thank you, Sarada ma'am. Good morning, one and all. Good morning, all my family members. വളരെ ചടുലമായി മനോഹരമായി കൃത്യസമയത്തിനുള്ളിൽ തന്നെ വെറും 25 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്ത ഷാജി മിത്തൽ സാറിന് ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻ ആവാം. അദ്ദേഹം ദുബൈയിൽ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് കേരളത്തിൽ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള പലരും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ഗ്ലോബൽ CEO എന്ന് പറയുന്നത്, ഗ്ലോബൽ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരുപക്ഷെ ഇത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ കണ്ടുകൊണ്ടായിരുന്നില്ല വർഷങ്ങൾക്കപ്പുറം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ഭാഗ്യവാനും ഭാഗ്യവതിയാണ്. വീട്ടിലിരുന്നോണ്ടോ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നോണ്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി കാണാനും അറിയാനും അതിനോടൊപ്പം തന്നെ ലോകത്തിൽ ഏത് രാജ്യത്തേക്ക് വളർത്താനും പറ്റുന്ന ഒരു സാധ്യത. പക്ഷെ അദ്ദേഹം പ്രസന്റ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 9ഓളം രാജ്യങ്ങളിലേക്ക് ഒരു ഇന്ത്യ ഇന്റർനാഷണൽ ഫേമായിട്ട് വളർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടെങ്കിൽ ഷാജി മിത്തൽ എന്ന് പറഞ്ഞ വ്യക്തി ക്രൗൺ ഡയറക്ടറായിട്ട് ശോഭിക്കുന്ന അതേ സമയത്ത് തന്നെ വെസ്റ്റീജ് ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ അല്ലാത്ത രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് ഈ ഡിജിറ്റൽ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ പോസ്റ്റ് കോവിഡ് സിനാരിയോ, ഞാൻ പ്രത്യേകിച്ചും ഈ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ആരുടെയെങ്കിലും ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ടാവും. അവരോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവോ നെയ്ബറോ അല്ലെങ്കിൽ ഒരു അൺനോൺ പേഴ്സൺ തന്നെ ആവാം ഒരുപക്ഷെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്റെ ഉദ്ദേശം നിങ്ങളിൽ അന്തർലീനമായിട്ടുള്ള ഏതോ ഒരു പൊട്ടൻഷ്യൽ അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രമല്ല, ഒരുപക്ഷെ സമൂഹത്തിലെ അനവധി കുടുംബങ്ങൾക്ക് അഭിവൃദ്ധിയിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ക്ലോസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഓൺ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ആകെ ചെയ്യേണ്ടത് റൈറ്റ് ആക്ഷൻ കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനെ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി, അതാണ് വിന്നിംഗ് ടീം. ഒരുപക്ഷെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറയുകയുണ്ടായി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വന്ന വ്യക്തിക്ക് ബിസിനസ് എങ്ങനെ വഴങ്ങും എന്ന് ചോദിച്ചാൽ അത് വിന്നിംഗ് ടീമിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. ഇനി പ്ലാറ്റ്ഫോമിൽ കാണുന്ന പലരും പല മേഖലകളിൽ നിന്നും വന്നിട്ടുള്ളവരാവും, ട്രഡീഷണൽ ആയിട്ട് ബിസിനസ് ചെയ്തിട്ടുള്ളവരും ഉണ്ടായേക്കാം. പക്ഷെ ഈ ഒരു ബിസിനസിന്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾറെഡി പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന യുഗം തന്നെ ഡിജിറ്റൽ വേൾഡിലാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ ഒപ്റ്റിമൈസേഷൻ നടന്ന പീരീഡ് തന്നെ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലായിരുന്നു. കാരണം ഫിസിക്കൽ കോണ്ടാക്റ്റുകൾ പാടില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തന്നെ നിലച്ചു പോകുന്ന ഒരു സ്ഥിതിയിൽ അതിനെ താങ്ങി നിർത്തിയത് ഡിജിറ്റൽ മീൻസുകളിലൂടെയാണ്. സോ അതുകൊണ്ട് ഡിജിറ്റൽ അൺഅവോയ്ഡബിൾ ആണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് വെൽനസ്. ഒരുപക്ഷെ കോവിഡിന് മുമ്പുള്ള ഒരു പീരീഡിൽ നമ്മൾ പൈസയ്ക്കാണോ ആരോഗ്യത്തിനാണോ പ്രാധാന്യം കൽപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ എന്നായിരിക്കും പറഞ്ഞിരിക്കുക. പക്ഷെ കോവിഡിന് ശേഷം ബാക്കി വന്ന നമ്മളെപ്പോലുള്ള ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും പൈസയേക്കാൾ കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ആരോഗ്യത്തിനാണ്. ആരോഗ്യം കഴിഞ്ഞ് എന്തും ഉള്ളു എന്നൊരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ വെൽനസ് മീൻസ് ലിവിങ് ഹെൽത്തി, ലിവിങ് ഹാപ്പി, ആരോഗ്യം സംരക്ഷിക്കുക, അസുഖം വരാതെ സൂക്ഷിക്കുക, യുവത്വം കാത്തു സൂക്ഷിക്കുക. ഇതിന് നിദാനമായിട്ടുള്ളതെല്ലാം വിൽപ്പനച്ചിറക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഈ രണ്ട് കോമ്പിനേഷൻ, വെൽനസ് വെൻ ജോയിൻസ് വിത്ത് ഡിജിറ്റൽ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. വെൽനസിനെയും സൗഖ്യത്തെയും ഡിജിറ്റൽ മാർഗത്തെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരാശയമാണ് വെസ്റ്റീജ് നമുക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനകത്ത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ. യു ആൻഡ് മീ ആർ ഓൾ കൺസ്യൂമേഴ്സ്. ജന്മം മുതൽ മരണം വരെ നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. അപ്പോൾ ഉപഭോക്താക്കളെ ശാക്തീകരിച്ചുകൊണ്ട് അഥവാ എക്സ്പെൻഡിച്ചറിൽ നിന്നും ഇൻകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബൗണ്ടറികളൊന്നുമില്ലാതെ, ജോഗ്രഫിക്കൽ ബൗണ്ടറികളോ ലാംഗ്വേജ് ബാരിയേഴ്സോ ഒന്നുമില്ലാതെ, ടാർഗറ്റും ടെറിട്ടറി ഇല്ലാതെ ഇപ്പൊ ചെയ്യുന്ന ഏത് കർമ്മമാണോ നിങ്ങൾ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ട് തന്നെ നോൺ പ്രൊഡക്റ്റീവ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി വളരെ സോളിഡ് ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള, ഈവൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ജനറേഷനിലേക്ക് വരെ പാസ് ഓൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. ഞാൻ പറയാൻ കാര്യം, ദിസ് ഇസ് നോട്ട് ദ ലാസ്റ്റ് റെവല്യൂഷൻ ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് റെവല്യൂഷൻ. പക്ഷേ നമ്മുടെ ജനറേഷന് കിട്ടിയേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സ്.
സോ ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തിക്ക് ഈ കമ്മ്യൂണിറ്റി കൊമേഴ്സിന്റെ ഭാഗമായി മാറിക്കൊണ്ട് തുടക്കത്തിൽ ഒരുപക്ഷെ ഒരു കൺസ്യൂമറോ ഒരു പ്രൊസ്യൂമറോ ആയി മാറിക്കൊണ്ട് ഗ്രാജുവലി നിങ്ങൾക്ക് ഒരു ഫുൾ ടൈമറോ ലൈഫ് ടൈമറോ ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി എന്ന് ഞാൻ പറയാൻ കാര്യം, ഗ്യാരണ്ടി ഈസ് ഓൺലി ഓൺ യുവർ സച്ച്. നിങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിരിക്കും സക്സസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏത് വ്യക്തിയും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അയാളെ സക്സസ് ആക്കാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം. കാരണം ഇന്ന് എംപ്ലോയ്മെന്റിന്റെ എറയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ജനിച്ചത് എംപ്ലോയ്മെന്റ് എറയിലായിരുന്നിരിക്കും, വളർന്നതും എംപ്ലോയ്മെന്റ് എറയിലായിരിക്കും. ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടം എംപ്ലോയ്മെന്റിന് ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? എംപ്ലോയ്മെന്റിന് ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പം ഗ്യാരണ്ടി എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ് യുവർ ഓൺ പൊട്ടൻഷ്യൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി ആസ് വെൽ ആസ് ടു ദ സൊസൈറ്റി എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ സംരംഭകത്വം അതോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയും. അപ്പം അതിന് ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഷാജി മിൽത്തൻ എന്ന് പറഞ്ഞ വ്യക്തി ദുബൈയിലിരുന്നോ, വിമൽ എന്ന് പറഞ്ഞ വ്യക്തി എറണാകുളത്തിരുന്നോ, അഥവാ എറണാകുളത്തിന്റെ മറ്റൊരു ഭാഗത്തിരുന്ന് സവിതാ സുധിയോ, നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരുപോലെ ഒരേ വേവ് ലെങ്ത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്കോ ഗോഡൌണോ എംപ്ലോയി ഇല്ലാതെ, സാധാരണ ഇതിൽ ഒരു ബിസിനസ് സംരംഭത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പാടോടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഒരുപക്ഷെ കോളേജ് തലത്തിലൊക്കെ പഠിക്കുമ്പം എംപ്ലോയ്മെന്റിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിക്കാനുണ്ടായ കാര്യം, ഒരു ബിസിനസ് സംരംഭത്തിന് ലാൻഡ് ലേബർ ക്യാപിറ്റൽ വേണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബിസിനസ് സംരംഭത്തെ വിജയിപ്പിക്കുന്ന കമ്പോണൻസിൽ ലാൻഡ് ലേബർ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഇറ്റ്സ് ആൻ ഐഡിയ. വെൻ ഇറ്റ്സ് ടൈം കം യു ക്യാൻ ബിക്കം സക്സസ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു ആശയത്തിന് അതിന്റെ സമയം എത്തിയാൽ ആരെയും വിജയിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ? 18-20 കൊല്ലങ്ങൾക്കപ്പുറം കുപ്പിയിലടച്ച വെള്ളം പാലിനേക്കാൾ വിലയ്ക്ക് വിൽക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചവരുണ്ടാവും, കളിയാക്കിയവരുണ്ടാവും, പരിഹസിച്ചവരുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിലുള്ള വ്യക്തി. പക്ഷെ ഇന്ന് കുപ്പിയിലടച്ച വെള്ളം പാലിനേക്കാൾ വിലയ്ക്ക് വിറ്റിട്ട് മേടിക്കുന്നുണ്ട്, കുടിക്കേണ്ടി വരുന്നുണ്ട്. ഗതികേടിന്റെ മറ്റൊരു പര്യായമായിട്ട് കാണാം. ഓക്സിജൻ ഒരിക്കലും വിൽപ്പന ചിരക്കാവുന്ന നമ്മൾ സ്വപ്നേനെ നനച്ചില്ല. പക്ഷെ കോവിഡിന്റെ പീരീഡിൽ ഓക്സിജൻ പോലും വിൽപ്പന ചിരക്കായി. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, വെള്ളമായാലും വായു ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ഇതെല്ലാം വെൽനസിന്റെ കമ്പോണൻസ് ആണ്. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളെ ഒന്ന് കണ്ണോടിച്ചു നോക്കുക. ഓടാൻ പോകുന്ന, നടക്കാൻ പോകുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ? ജിമ്മ്, ഹെൽത്ത് ക്ലബ്ബുകൾ വരുന്നുണ്ടോ? അതിലെ റെഗുലർ അറ്റൻഡീസിന്റെ എണ്ണം കൂടുന്നുണ്ടോ? യോഗ, മെഡിറ്റേഷൻ ആളുകൾ താല്പര്യം കാണിക്കുന്നുണ്ടോ? ജൈവ പച്ചക്കറിയോട് അഭിനിവേശം കൂടുന്നുണ്ടോ? ഇതിനെല്ലാം കൂടെ ചേർത്ത് വായിക്കുന്നതിന്റെ പേരാണ് വെൽനസ്, സൗഖ്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിപ്ലവം എത്ര കാലം ഉണ്ടാവും എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും അനുയോജ്യമായ ഒരു എക്കണോമിക് റെവല്യൂഷനാണ്. ഇതിന് മുമ്പ് കടന്നുപോയ പല ഇൻഡസ്ട്രിയിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആസ് എ കൺസ്യൂമർ ഓൺലി. ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, അതിനുശേഷം ഇലക്ട്രോണിക്സ് വന്നു, കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ വന്നു, IT റെവല്യൂഷൻ വന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ വന്നു. പക്ഷെ ഇവിടങ്ങളിലെല്ലാം നമ്മൾ വെറും ഒരു കൺസ്യൂമറായിട്ട്, ഒരു എൻഡ് യൂസറായിട്ട് ഇരുന്നതേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ടൈം വൈ കാൻ ബി പാർട്ട്ണർ ടു ദ പ്രോഗ്രസ്? ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യം എന്നോണം കാണുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ റെവല്യൂഷന്റെ പങ്കാളിയായി ഇരുന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതിനുള്ള ഒരു ആഹ്വാനമാണ് വിന്നിംഗ് ടീം മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് യൂസർ ആവുന്നതിനേക്കാൾ കൂടുതൽ വൈ കാൻ യു ബി പാർട്ട്ണർ ടു ദ പ്രോഗ്രസ്? വൈ കാൻ യു ബി എ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ? ഒരു സ്വതന്ത്ര വിതരണ അവകാശി. സ്വാതന്ത്ര്യം ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, സാധാരണത്തിൽ ഒരു ബിസിനസ് സംരംഭത്തിന്റെ നൂലാമാലകൾ ഇല്ലാത്ത, ടാർഗറ്റും ടെറിറ്ററിയും ഇല്ലാത്ത, എന്നും ചെയ്യണം, എപ്പോഴും ചെയ്യണം, എല്ലാ മാസവും ചെയ്യണം, ഇത്രയ്ക്ക് ചെയ്യണം എന്ന് നിഷ്കർഷിക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റി. തുടക്കം ഒരുപക്ഷെ ഒരു പ്രൊസ്യൂമറായിട്ട് ആവാം. ഞാനും അങ്ങനെ തന്നെയാണ്. ഇനി പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ട് ആരെങ്കിലും നിർബന്ധം മുഴങ്ങിയാണെങ്കിലും വന്നിട്ടുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം, വരുമാനം ഇല്ലെങ്കിലും സംഭവിക്കുന്ന ഒന്നാണ് ചെലവ്. വരുമാനത്തിന് ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ചെലവിന് ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ഈ വരവും ചെലവും നമ്മൾ അന്തരത്തിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഒരു വേള തുനിഞ്ഞിറങ്ങിയാൽ കാലക്രമേണ ഒരുപക്ഷെ ഈ ബിസിനസ് പ്രസന്റേഷന്റെ ആദ്യത്തിൽ പ്രതിപാദിച്ച ഒരു ലെഗസി വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതയാണ്. വെറുതെ പറഞ്ഞതല്ല, ക്രിയേറ്റ് ചെയ്ത പലരെയും നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇന്ത്യയിൽ കാണാൻ പറ്റുന്നു, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും. അതൊരിക്കലും ഒരു എംപ്ലോയ്മെന്റോ സെൽഫ് എംപ്ലോയിനെ കൂടെ നടക്കുമെന്ന് വിചാരിക്കാം. നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് വെരി ടഫ്. ബട്ട് ത്രൂ എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി
അതും ഇന്ന് പ്രൂവൺ ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഉള്ള ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി നിലനിർത്തിക്കൊണ്ട് വീട്ടിനകത്തിരുന്നുകൊണ്ടോ പുറത്തിരുന്നുകൊണ്ടോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചോ അല്ലാതെയോ ഓഫ്ലൈനോ ഓൺലൈനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഷാജി മിത്തൽ എന്ന് പറഞ്ഞ ബെസ്റ്റ് എക്സാമ്പിൾ. അദ്ദേഹം ദുബായിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഡെവലപ്പ് ചെയ്തത്. ഇന്ന് അദ്ദേഹം ഫുൾ ടൈമറായിട്ടോ ലൈഫ് ടൈമറായിട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തുടങ്ങിയത് ഒരു പാർട്ട് ടൈമറായിട്ടാണ്. സോ നിങ്ങൾക്കും ആവാം. എന്നാണോ നിങ്ങളുടെ ഇൻകം ഇപ്പൊ ഏൺ ചെയ്യുന്നതിന്റെ 3 മുതൽ 5 ഇരട്ടി റെഗുലർ ആയിട്ട് കിട്ടാൻ തുടങ്ങുന്നത്, അന്ന് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കും. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ദ ജോബ്, അല്ലെങ്കിൽ തന്നെ ജോബിന് നമ്മൾ കൊടുക്കുന്ന നിർവചനം തന്നെ ജോയിൻ അതേഴ്സ് ബിസിനസ് ആണ് അല്ലെ. കണ്ടവന്റെ ബിസിനസ്സിൽ നമ്മൾ പങ്കാളിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ലക്ഷ്യബോധം വേണമെന്നില്ല. ഒരു എംപ്ലോയി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് വലിയ ലക്ഷ്യമൊന്നും വേണമെന്നില്ല. ലക്ഷ്യബോധമുള്ള വ്യക്തി ആയിരിക്കും നിങ്ങളെ എംപ്ലോയി ആക്കിയേക്കുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുക. അദ്ദേഹം നിങ്ങൾക്ക് പെർ അവറിനോ പെർ വീക്കെന്നോ ഒരു ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ സാലറി മേടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫിഗർ 30th-നോ 1-ാം തീയതി കിട്ടുന്ന സാലറിയാണ്. പക്ഷേ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇൻകം എത്ര വേണമെന്നും ഏത് ലെവലിൽ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കണമെന്നും തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്, ബോസ് അല്ല. സോ നോ ബോസിസം ഇന്നത്തെ യങ്ങർ ജനറേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഡിമാൻഡാണ്. ഐ ആം റെഡി ടു ഡു എനിത്തിങ് ബട്ട് ഐ ഷുഡ് നോട്ട് ബി കമാൻഡ് ബൈ സംബഡി. എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്ന ഇഷ്ടമാണ്, പക്ഷെ എന്നെ ധിക്കാരത്തോടെ അധികാരത്തോടെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി പാടില്ല. ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെ ഉണ്ടോ നിങ്ങൾ ആലോചിക്കും. ഇനി അത് ഒരു സെൽഫ് എംപ്ലോയി ആവാൻ തന്നെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ ആൾറെഡി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കുക. അത് സക്സസ് ആക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രം. അതിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനന്തരഫലം അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് റൈറ്റ് ആയാലും റോങ് ആയാലും. പക്ഷെ ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുത്ത് അത് മിസ്റ്റേക്ക് ആയി പോയാലും അതിനെ റൈറ്റ് ആക്കി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരിലുമുണ്ട്. സോ ഇറ്റ്സ് നോട്ട് വൺ മാൻ ഷോ. സോ ദർ ഇസ് നത്തിങ് കോൾഡ് ഡേഞ്ചർ ഹിഡൻ ഇൻ ദിസ്. പക്ഷെ ഒരു എംപ്ലോയ്മെന്റിൽ ഡേഞ്ചർ ഒന്നുമില്ല. കാരണം എന്നും ഒരു സ്റ്റാറ്റിക് ഇൻകം ലെവലിലായിരിക്കും. ഒരിക്കലും ഒരു ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സെൽഫ് എംപ്ലോയിക്ക് പറ്റിയേക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ സ്കില്ലിൽ മാത്രം ഡിപ്പെൻഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്കില്ല് നശിച്ചു പോയാൽ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്തിൽ ഇടിവ് സംഭവിച്ചാൽ ലൈഫ് സ്റ്റൈലും തകർന്നെന്ന് വരാം. പക്ഷേ ഒരു ബിസിനസ് സിസ്റ്റം ഓണർ, ഐ റിപ്പീറ്റ് ദ വേർഡ് ബിസിനസ് സിസ്റ്റം ഓണർ. ബിസിനസ് ഓണറും ബിസിനസ് സിസ്റ്റം ഓണറും രണ്ടാണ്. സാധാരണ കച്ചവടം നടത്തുന്ന എല്ലാവരും ബിസിനസ്സുകാരെന്നാണ് പറയാറ്. നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ കാണുന്ന ചെറുകിട കച്ചവടം നടത്തുന്ന എല്ലാവരെയും ബിസിനസ്മാൻ എന്നാണ് വിളിക്കുക, വ്യാപാരി വ്യവസായി സമൂഹം. പക്ഷെ അവിടെ കാണുന്ന പ്രത്യേകത, അവർ പ്രവർത്തിക്കുമ്പോൾ വരുമാനം കിട്ടുന്നുണ്ടാവും, ഷട്ടർ പൊക്കി അകത്തിരിക്കുമ്പോൾ വരുമാനം കിട്ടുന്നുണ്ടാവും, പക്ഷെ ഷട്ടർ അടഞ്ഞാൽ വരുമാനം നിലയ്ക്കുന്നുണ്ടാവും. കോവിഡിന്റെ പീരീഡ് നമ്മൾ കണ്ടു, 53 ദിവസം ഷട്ടർ അടഞ്ഞു കിടന്ന് വരുമാനം നിലച്ചു. പക്ഷെ അന്നും സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ബിസിനസ് തുറന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർഗം അവർക്ക് അനുയോജ്യമായി. സോ ഒരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ്സിലേക്ക് ഒരുപക്ഷെ അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് സാധിച്ചെന്ന് വരില്ല. ഒരു രാത്രി കൊണ്ട് 1 മാസം കൊണ്ട് സംഭവിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ ഇനി അഥവാ ഒരു 1.5 കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലത്തിന്റെ ഒരു മിഷനായിട്ട് ഇതെടുത്ത് ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം നോൺ പ്രൊഡക്റ്റീവ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് ചെയ്താൽ പോലും കാലക്രമേണ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെയും പൈസയും ഒരുപോലെ ലിവറേജ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ യു വിൽ ഹാവ് കമാൻഡ് ഓൺ യുവർ ടൈം ആസ് വെൽ ആസ് മണി. സമയത്തിന്റെയും പൈസയുടെയും മുകളിൽ നിങ്ങൾക്ക് തന്നെ ആധിപത്യം ഉണ്ടെങ്കിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്കുക. ഇനി ഈ 2 സാധനത്തിന്റെ മുകളിൽ നമുക്ക് കാര്യമായ കൺട്രോൾ ഇല്ല. അത് തന്നെയാണ് ഒരു എംപ്ലോയിയുടെയും സെൽഫ് എംപ്ലോയിയുടെയും പരാധീനത. സോ അവിടെ നിന്നും വരുന്ന ഇൻകത്തിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ഇൻകം ക്രിയേറ്റ് ചെയ്യും. കാരണം ഒരു ബിസിനസ് സിസ്റ്റം ഓണറിന് മാത്രമേ അദ്ദേഹത്തിന് കുറച്ച് എമൗണ്ട് വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് റിയൽ എസ്റ്റേറ്റിലാവാം, സ്റ്റോക്ക് മാർക്കറ്റിലാവാം, അല്ലെങ്കിൽ ബിൽഡിങ്സ് പണിഞ്ഞ് റെന്റലിന് കൊടുക്കുന്നതാവാം. എനിത്തിങ് ആൻഡ് എവറിങ് വാട്ട് ഈസ് ഓഫ് യുവർ കൈൻഡ്, സോ ദാറ്റ് യു വിൽ ബി ഫ്രീ ഫ്രം ദ മണി. പൈസ 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 വേണ്ട. പൈസ നിങ്ങളെ തേടി വരുന്നുണ്ടോ? നിങ്ങൾ പൈസ തേടി പോകേണ്ട ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കണ്ട ഒരുപക്ഷെ ഷാജി മിത്തൽ ദുബൈയിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കേട്ടത്. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് വിന്നിംഗ് ടീമിന്റെ ആപ്തവാക്യം. നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ എല്ലാം നമ്മളെ എങ്ങനെ എക്സാം പാസ്സാവാമോ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാമെന്നോ പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് പഠിപ്പിക്കുന്നത് വിന്നിംഗ് ടീം. പിന്നെ കമ്പനിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ നിന്ന് 2004 ഓപ്പറേഷൻ തുടങ്ങി 2025 ആകുമ്പോൾ 21 കൊല്ലം കൊണ്ട് 8ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് പുറകെ 400ലധികം ഉൽപ്പന്നങ്ങൾ എത്തിച്ച അപ്രോക്സിമറ്റ്ലി 3000 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള
400-ലേറെ ഉൽപ്പന്നങ്ങളുള്ള ഒരു ബൃഹത് പ്രസ്ഥാനത്തിന്റെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി അതിന്റെ വിഷനാണ് നിങ്ങളെയും എന്നെ ഒരുപോലെ ത്രില്ല്. 2028 ആവുമ്പോൾ, ഓർക്കുക നമ്മൾ സംസാരിക്കുന്ന 2025-ലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 3 വർഷം അതോ 36 മാസം കൊണ്ട് എന്തുകൊണ്ട് 1000 പ്രൊഡക്റ്റിലൂടെ 20 രാജ്യങ്ങളിലേക്ക് കടന്നു കയറി 8500 കോടിയുടെ ബിസിനസ് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ലക്ഷ്യം സെറ്റ് ചെയ്തിരിക്കുന്ന വലിയ വിഷണറി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ, 1000 പ്രൊഡക്ട്സ്, 20 countries and 8500 crores turnover. മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യം, 40% മാത്രമേ ഈ വിറ്റുവരവിന്റെ കമ്പനി എടുക്കുന്നുണ്ടാവൂ. അതിന്റെ 60% ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇന്ന് 3000 കോടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനകത്ത് 1800 കോടിയാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ 8500 കോടിയുടെ ടേൺ ഓവർ ഉള്ളപ്പോൾ അതിന്റെ 60% നിങ്ങൾക്ക് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതുള്ളൂ. അപ്പൊ ആ പോസിബിലിറ്റി ആയിരിക്കണം നമ്മളെ ഓരോരുത്തരെയും വളരെ സീരിയസ് ആയിട്ട് ഒരു ടൈം ബൗണ്ട് ഫ്രെയിമിൽ ഒരു 3 വർഷത്തിന്റെ പ്രൊജക്റ്റായി കണ്ടുകൊണ്ട് അതിനുശേഷം കണ്ടവന്റെ താഴത്ത് പണിയെടുക്കാതെ സ്വന്തം കാര്യങ്ങൾ സ്വമേധയാ തീരുമാനിക്കാൻ പറ്റുന്ന, എന്ത് വരുമാനം എനിക്ക് നേടണം എന്നുള്ളത് സ്വമേധയാ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഈ ഓപ്പർച്യൂണിറ്റിയിലുണ്ട്. So take a strong decision, be partner to the progress, let us fly together, grow together and prove together. After all, free enterprise, it's a answer for present crisis. ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എല്ലാത്തിനുള്ള ഏക ഉത്തരം ഫ്രീ എന്റർപ്രൈസസ് മാത്രമാണ്. Be partner, wish you all the best. Thank you. Over to Savitha Sudhi, and thanks for giving me such a wonderful opportunity to talk to you. നിങ്ങളോട് സംസാരിക്കാനുണ്ടായി ഈ ഇച്ചിരി സമയം കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ലക്ഷ്യബോധത്തോടുകൂടി ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സാറ് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സാറിന്. വളരെയധികം പ്രൗഡായിട്ട് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നുകൂടി സാർ അത് അരക്കിട്ടുറപ്പിച്ച രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം 20 രാജ്യത്തേക്ക് 3 വർഷം കൊണ്ട് 500 പ്രോഡക്റ്റുകളുമായി 8500 കോടിയുടെ ബിസിനസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാതെ ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം കാര്യങ്ങൾ നമ്മളോട് ഭംഗിയായി പറഞ്ഞു തന്ന ഈ 2 ലീഡേഴ്സും, വിമൽ സാറും ഷാജി സാറും, തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. എല്ലാവരും ചാറ്റ് ബോക്സിലൂടെ ഒരുപാട് അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വൈൻഡപ്പ് ചെയ്യുന്നതിനുള്ള സമയമായി. ഈ ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും വളരെ നന്ദി. അതോടൊപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നിങ്ങളോട് സംവദിക്കാൻ ഒരു അവസരം നൽകിയ വിന്നിംഗ് ടീം ലീഡേഴ്സിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. വിഷ് യു വെൽ. താങ്ക് യു.